CPIM എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. നേരത്തെ എളമരം കരീം പ്രതികരിക്കുമ്പോൾ സൂക്ഷിച്ചാണ് പ്രതികരിച്ചത്. പക്ഷേ സജി ചെറിയാനിലേക്ക് വരുമ്പോൾ ചതിച്ചു എന്നുള്ള പ്രതികരണം വരുന്നുണ്ട്. ഇനി അങ്ങോട്ടുള്ള പ്രതികരണങ്ങൾ രൂക്ഷമാകുമെന്നുള്ള സൂചനകളുണ്ടോ? അതിനപ്പുറം അമ്പലപ്പുഴയിൽ എന്താണ് ആ പാർട്ടിയുടെ പ്ലാൻ? സ്മൃതി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 63 വർഷം നീണ്ട പാർട്ടി ബാന്ധവം ഉപേക്ഷിച്ചാണ് ജി സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന പ്രഖ്യാപനം നടത്തുന്നത്. സാധാരണഘട്ടത്തിൽ ഇത്തരം ഘട്ടങ്ങളിലെല്ലാം പ്രത്യാക്രമണം അതിതീവ്രമായി അല്ലെങ്കിൽ വളരെ അഗ്രസീവായി നടത്തുന്ന രീതിയും CPM പുലർത്തി പോന്നിട്ടുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ കരുതലോടുകൂടിയുള്ള പ്രതികരണം മതി എന്നൊരു തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി അടക്കം പ്രതികരിച്ചത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചേരുന്നു. അതിനുശേഷം മാത്രം ഇതിൽ പ്രതികരണം ഉണ്ടായാൽ മതി എന്നൊരു ധാരണയിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു പ്രതികരണം CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി നടത്തിയതാണ്. അദ്ദേഹം പറഞ്ഞത് ഇനിയും സമവായത്തിന് ഇടമുണ്ട്, ഒരിക്കലും എടുക്കാൻ പാടില്ലാത്ത ഒരു തീരുമാനമാണ് എന്നടക്കം പറയുന്നു. അതായത് സമവായത്തിനുള്ള സാധ്യത അടഞ്ഞിട്ടില്ല എന്നടക്കം പറയുന്നു. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ DC ഓഫീസിലാണ്. ഇവിടെ ജില്ലാ സെക്രട്ടറി പുറത്തേക്ക് പോയി അദ്ദേഹം കാര്യമായ പ്രതികരണത്തിന് മുതിർന്നില്ല. മറ്റ് നേതാക്കളും ഇവിടെ ഇല്ല. ഇവിടെ നേരത്തെ സംസ്ഥാന സമിതി അംഗമായിരുന്നപ്പോഴും അതിനുശേഷം DC ബ്രാഞ്ചിന്റെ ഭാഗമായിരുന്നപ്പോഴും ജി സുധാകരൻ ഈ മുറിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇവിടെയും മറ്റ് നേതാക്കൾ ആരും തന്നെ ഈ ഘട്ടത്തിൽ ഇവിടെയില്ല. അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി യോഗം ചേരുന്നു. നേതാക്കൾ കൂടിയാലോചന നടത്തുന്നുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കൾ, ഏതാനും ചില നേതാക്കൾ ഒഴികെ മറ്റാരും വളരെ തിടുക്കപ്പെട്ടുള്ള പ്രതികരണത്തിലേക്ക് പോകേണ്ടതില്ല.